എസ് കെ സജീഷ്, അയോധ്യ ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് നമുക്കറിയാമെങ്കിലും ഈ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ബി.ജെ.പി രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് പോകുന്നില്ല എന്ന നിലപാടാണ് ഇത്രമാത്രം നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ ബി.ജെ.പി എന്താണ് പറയുന്നത് നോക്കൂ, ഞങ്ങളുടെ പരിപാടിയല്ല, അതൊരു ട്രസ്റ്റ് ക്ഷണിച്ച പരിപാടിയാണ്, ഞങ്ങളും അതിൽ ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ്. ഈ രണ്ട് നിലപാടുകൾക്കും എത്രമാത്രം തെളിമയുണ്ട്? അല്ല, ഇതിൽ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നം, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ബി.ജെ.പിയുടെ അജണ്ട തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് തങ്ങളുടെ അജണ്ടയാണോ ബി.ജെ.പിയുടെ അജണ്ടയാണോ എന്ന ഒരു വ്യക്തതയുണ്ടാകുന്നില്ല. ഇതാണ് രാജ്യത്തെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. ഇന്നലെ വരെ ശ്രീ സേനാപതി വേണു ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ വക്താക്കൾ, നേതാക്കന്മാരെല്ലാം പറഞ്ഞത് ഇത് വ്യക്തിപരമായ ക്ഷണമാണ് എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ന് വ്യക്തികൾ മാറി, ഇപ്പോൾ പാർട്ടിക്കായിരുന്നു ക്ഷണം, അത് ഞങ്ങൾ നിഷേധിച്ചു എന്ന് പറയുകയാണ്. പക്ഷേ വ്യക്തികൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നുണ്ട്. അവരെന്താണ് തീരുമാനമെടുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ, അത് ദിഗ്വിജയ് സിംഗ് ആയാലും അതുപോലെ തന്നെ കമൽനാഥ് ആയാലും DK ശിവകുമാർ ആയാലും ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആയാലും ഹിമാചൽ പ്രദേശിലെ മറ്റ് മന്ത്രിമാരായാലും എല്ലാം അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നതാണ് കോൺഗ്രസ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നും കോൺഗ്രസിനൊരു ധാരണയുണ്ടാകണമല്ലോ. എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത്? പ്രകടന പത്രികയിൽ ബി.ജെ.പി പ്രഖ്യാപിച്ച അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയല്ലേ ഇത്? പ്രകടന പത്രികയിൽ ഒരു എതിർ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രസ്താവിച്ച പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് സ്വന്തം അണികളെയും നേതാക്കന്മാരെയും ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. പണി തീരാത്ത ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മമല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പണി തീരാതെ ഏതെങ്കിലും ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? രാജ്യത്തോ നമ്മുടെ അനുഭവത്തിലോ ക്ഷേത്രം അങ്ങനെ ക്ഷേത്രത്തിൻ്റെയോ മറ്റ് ആരാധനാലയങ്ങളുടെയോ ഒക്കെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടാണല്ലോ അതിൻ്റെ മറ്റ് കർമ്മങ്ങളിലേക്ക് പോവുക. ഇവിടെ ബി.ജെ.പിയുടെ വക്താവ് തന്നെ പറയുമ്പോൾ ഉദ്ഘാടനം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. ശരിയാണ്, ഇതൊരു ഉദ്ഘാടനമാണ്. നേരെ മറിച്ച് ഇതൊരു പ്രതിഷ്ഠയാകുന്നില്ല. പ്രതിഷ്ഠയാകണമെങ്കിൽ അത് മതപരമായ രീതിയിൽ നടക്കുന്നതായിരിക്കണം. ഈ പ്രതിഷ്ഠയെ എന്തുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ശങ്കരാചാര്യ മഠാധിപതികൾ അതിനെ എതിർക്കുന്നു? ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ബി.ജെ.പിയുടെ നേതാവാണ്. അദ്ദേഹം ഈ രാജ്യത്ത് പ്രതിഷ്ഠ നടത്തേണ്ടയാളാണോ? പ്രതിഷ്ഠ നടത്തേണ്ടത് മറ്റ് അതുമായി ബന്ധപ്പെട്ട ആളുകളല്ലേ? അപ്പോൾ ഇത് പൂർണ്ണമായും രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ ബി.ജെ.പിയുടെ ഏറ്റവും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി, ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് കൃത്യമായി പറയാനും പഠിപ്പിക്കാനും ഒരു വശത്ത് കോൺഗ്രസിന് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾ ഈ കൃത്യമായ നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയത്തെയും യഥാർത്ഥ സത്യത്തെയും എല്ലാം മറച്ചു വെക്കാൻ കാണിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഗിമ്മിക്കിനെ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ മതപരമായ കാര്യങ്ങൾ, ആ മതപരമായ കാര്യങ്ങളിൽ ശങ്കരാചാര്യന്മാർ വരെ എടുത്ത നിലപാട്, ഇവിടെ ട്രസ്റ്റിനെ കുറിച്ചാണ്, ട്രസ്റ്റാണ് ക്ഷണിക്കുന്നത് എന്നാണ് ബി.ജെ.പിയുടെ വക്താവ് പറയുന്നത്. ആ ട്രസ്റ്റ് സെക്രട്ടറി ആയിട്ടുള്ള ചമ്പൽ റായ് രാജിവെക്കണം എന്നാണ് മഠാധിപതികൾ ആവശ്യപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യ മഠാധിപതികൾ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്? RSSൻ്റെയും ബി.ജെ.പിയുടെയും രാഷ്ട്രീയ അജണ്ടയെ ന്യായീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. പിന്നെ ട്രസ്റ്റാണെന്ന് ഇവിടെ പറഞ്ഞു. മഠാധിപതികൾ തന്നെയല്ലേ പറയുന്നത്? ഇത് RSSൻ്റെയും VHPയുടെയും ഒരു കേന്ദ്രമാക്കി അവരുടെ നിയന്ത്രണത്തിലാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാമാണല്ലോ മുന്നിലുള്ള വസ്തുത എന്ന് പറയുന്നത്. ഈ വസ്തുതയെ ശരിയായ നിലയിൽ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർക്കും അവകാശമുണ്ട്. പിന്നെ ബി.ജെ.പിയുടെ പ്രതിനിധി ഇവിടെ പറയുകയാണ്, പള്ളി പൊളിക്കപ്പെട്ടിട്ടുണ്ട്, അവരോട് കൂടി നീതി പുലർത്തണം, അതുകൂടി നീതി പുലർത്തുന്ന പ്രവർത്തനങ്ങൾ വരുമെന്നൊക്കെ പറയുകയാണ്. ഇവിടെ പണിതീരാത്ത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ അത് അപ്പുറത്ത് അതേ കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരേ സമയത്തല്ലേ ഈ കാര്യങ്ങൾ, വിധികൾ ഒരേ സമയത്തല്ലേ നടപ്പിലാക്കേണ്ടത്? അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നതെങ്കിൽ ഒരു കോടതിയിലെ വിധികൾ ഒരേ സമയത്ത് ജനാധിപത്യപരമായി നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തം പാലിക്കണ്ടേ? അത് പാലിക്കുകയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.
അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആവശ്യം. ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം, ആ തന്ത്രം മാറി ഭിന്നിപ്പിച്ചാൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ എന്ന തന്ത്രത്തിലേക്ക് നിൽക്കുന്ന RSSന്റെ കയ്യിലേക്ക് രാഷ്ട്രം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അവിടെ നിന്ന് ഈ രാജ്യത്തെ, ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതാണ് കടമ. ആ കടമ എല്ലാവരും നിർവഹിക്കേണ്ടതുണ്ട്. ആ കടമയിലൂന്നി കോൺഗ്രസ് പറയുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കും. ആ കടമയിലൂന്നിക്കൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത്. മറ്റൊരാലോചനയ്ക്കും നിൽക്കാതെ CPIMന് വളരെ കൃത്യമായി തന്നെ CPIMന്റെ ജനറൽ സെക്രട്ടറിയെ, ഈ പറഞ്ഞ നേരത്തെ ഇവിടെ പലരും പരാമർശിച്ച പോലെ തന്നെ ഭരണഘടനാ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടല്ല ക്ഷണിച്ചത്, CPIMന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ക്ഷണിച്ചത്. അതുകൊണ്ടാണ് CPM ഈ കാര്യം വളരെ വ്യക്തമായി, ഞങ്ങൾ ഏതെങ്കിലും മതവിശ്വാസത്തിന് എതിരല്ല, മതവിശ്വാസികൾക്ക് അവരുടെ വ്യക്തിപരമായ മതവിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അവകാശമുണ്ട്, അത് ഓരോ വ്യക്തികളുടെയും കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതോടൊപ്പം തന്നെ മതം വ്യക്തിപരതയിൽ നിന്നും മാറി ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിർണയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ കെടുതിയിലാഴ്ത്തുന്ന, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും എത്തിക്കുന്ന, വലിയ തോതിൽ കർഷകരെയും തൊഴിലാളികളെയും യുവജനങ്ങളെയും ദ്രോഹിക്കുന്ന നയങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖം മിനുക്കാനുള്ള നടപടികളായി സ്വീകരിക്കുമ്പോൾ അതിനെ കൃത്യമായി തുറന്നു കാട്ടുകയും എതിർക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ നിലപാട് CPM തുടക്കത്തിൽ തന്നെ എടുത്തിട്ടുള്ളത്. അതാണ് ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും കൃത്യതയോടുകൂടി അവതരിപ്പിക്കേണ്ടതും.